ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ ടിക്കിയാണ് ഉണ്ടാക്കുന്നത്. എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്ന ചിക്കൻ ടിക്കിയും അതേപോലെ ഗ്യാസിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കുന്ന ചിക്കൻ ടിക്കിയും, രണ്ട് തരത്തിലെ ചിക്കൻ ടിക്കിയാണ് ഉണ്ടാക്കുന്നത്. കൂടാത്തതിന് ഒരു മയോണൈസും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ ചട്നിയും. ഇനി വീഡിയോയിലോട്ട് പോകാം. എയർ ഫ്രയറിൽ ഒരു ചിക്കൻ ടിക്കി ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാം. എയർ ഫ്രയറിലാകുമ്പോൾ ചിക്കൻ ടിക്ക എളുപ്പത്തിൽ ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. നല്ല ചെറുതാകാൻ പാടില്ല, ഒരു മീഡിയം സൈസിലെ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇടാം, മുളക് പൊടി ഇടാം, ഗരം മസാല പൊടി ഇടാം, കുരുമുളക് പൊടി ഇടാം, കുറച്ച് ജീരകപ്പൊടി ഇടാം, ഉപ്പ് ചേർക്കാം, തൈര് ചേർക്കാം, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം, നാരങ്ങ നീര് ചേർക്കാം, കുറച്ച് കസ്തൂരി മേത്തി ചേർക്കാം, ഓയിൽ ചേർക്കാം. നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇതിന് കളറൊന്നും ചേർത്തിട്ടില്ല. ആണെന്നുണ്ടെങ്കിൽ കളർ ചേർക്കാം. പക്ഷെ ഇതിന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. സ്ക്യൂവേഴ്സ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് നേരമായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കോർത്ത് വെക്കാം. ഇനി അടുത്തതിൽ ചിക്കൻ വെക്കാം, ക്യാപ്സിക്കം വെക്കാം. കൂടിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെയും ചിക്കൻ വെക്കാം. പിന്നെ ഒരു സവാള വെക്കാം. ചിക്കൻ ടിക്ക ചിക്കൻ ഇങ്ങനെ സ്ക്യൂവേഴ്സിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഗ്യാസ് അടുപ്പിലും കൂടി 2 തരത്തിലായിട്ട് ചിക്കൻ ടിക്ക ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിനി എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസ് അടുപ്പിൽ വെക്കേണ്ട ചിക്കനും ഇതുപോലെ സ്ക്യൂവേഴ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. ഇത് 20 മിനിറ്റ് 150 ഡിഗ്രിയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ബട്ടർ ഇതിൻ്റെ മേലെ ഇങ്ങനെ തൂക്കി കൊടുക്കുക, സ്പ്രെഡ് ചെയ്യുക. മറ്റേ ഭാഗം ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. ഇതിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഗ്യാസ് അടുപ്പിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കാം. അതിന് വേണ്ടി പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. ബട്ടറിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറിയ തീയിൽ മൂടി വെച്ച് 2 ഭാഗവും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇനി മറ്റേ ഭാഗം ആക്കിയെടുക്കാം. കളറൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ കളറ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളറൊക്കെ ചേർക്കാം. മൂടി വെച്ച് ഫ്രൈ ചെയ്യാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. 2 തരത്തിലുണ്ടാക്കിയ ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. ഇത് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയ ചിക്കൻ ടിക്കയാണ്. ഇത് നോർമൽ ഗ്യാസ് അടുപ്പിലുണ്ടാക്കിയ ചിക്കൻ ടിക്ക. ചിക്കൻ ടിക്കയൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക. റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കാം. ഒരു മയണൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ഫുള്ളായിട്ട് ഒഴിക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കാം. കുറച്ച് പഞ്ചസാര ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. വളരെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. വെളുത്ത കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് ബ്രൗൺ കളറും കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നാരങ്ങ നീര് ചേർക്കാം. ഇത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ മാറ്റി
ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുന്നതാണ്. ഇതിൻ്റെ ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടി തൈര് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചി ഇടാം, കുറച്ച് മല്ലിയില ഇടാം, കുറച്ച് പുതിന ഇല ഇടാം, 2 പച്ചമുളക് ഇടാം, ഒരു നുള്ളു ജീരകം ചേർക്കാം, ഉപ്പ് ചേർക്കാം, നാരങ്ങ നീര് ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ചട്നി ആയിട്ടുണ്ട്. ഇതിനെ ഒഴിക്കാം. ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. പൊട്ടറ്റോ ചെറിയ പീസായി മുറിച്ചെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ലിങ്ക് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് ഉരുളക്കിഴങ്ങിടാം. ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. കുറച്ചായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ലോണം ഫ്രൈ ഒക്കെ ആവും. അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ ഡീപ് ഫ്രൈ ചെയ്യാം. അത് ഷാലോ ഫ്രൈ ആയാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. നന്നായി ഫ്രൈ ആവും. നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസ്. ഇതിനി മാറ്റി വെക്കാം. ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡി. സെർവ് ചെയ്യുക. ആദ്യം തന്നെ 2 ലെറ്റൂസ് വെക്കുക. അതിലേക്ക് ചിക്കൻ ടിക്ക വെക്കുക. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വെക്കുക. കുബൂസ് വെക്കുക. ചട്നി ഉണ്ട്, മയനൈസ് ഉണ്ട്. എളുപ്പത്തിൽ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിയും. ചിക്കൻ ടിക്ക, കുബൂസ്, കുറച്ച് സാലഡ്, ഗ്രീൻ ചട്നി, കുറച്ച് മയനൈസ്. ചിക്കൻ നല്ല സോഫ്റ്റാണ്. സൂപ്പർ ടേസ്റ്റാണ്. വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. കുബൂസും ഹോം മെയ്ഡ് കുബൂസാണ്. ഇതിൻ്റെയും റെസിപ്പി എൻ്റെ ചാനലിലുണ്ട്. അതും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.